നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പുതിയ വിവരങ്ങളനുസരിച്ച് രാജ്യത്ത് ഏറ്റവും സുരക്ഷിതമായ 10 നഗരങ്ങളിൽ കേരളത്തിലെ ഒരു നഗരവും ഇടം പിടിച്ചു. 1,00,000 പേർക്കിടയിലെ കുറ്റകൃത്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമവും മറ്റ് പ്രത്യേക നിയമങ്ങളും പ്രകാരമുള്ള കേസുകളാണ് ഇതിനെ അടിസ്ഥാനമാക്കുന്നത്. ആദ്യ 10 സുരക്ഷിത നഗരങ്ങളിൽ പകുതിയും ദക്ഷിണേന്ത്യയിലാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1,00,000 പേരിൽ 78.2 കുറ്റകൃത്യങ്ങൾ മാത്രം നടക്കുന്ന കൊൽക്കത്തയാണ് രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരം. തുടർച്ചയായ 3-ാം തവണയാണ് കൊൽക്കത്ത ഒന്നാമതെത്തുന്നത്. ചെന്നൈയാണ് ലിസ്റ്റിൽ 2-ാം സ്ഥാനത്തുള്ളത്. ചെന്നൈക്ക് പിന്നാലെ 3-ാം സ്ഥാനവും തമിഴ്നാട്ടിലുള്ള നഗരത്തിനാണ്. കോയമ്പത്തൂറാണ് ഇതിൽ 3-ാമതുള്ളത്. സൂറത്ത്, പൂനെ എന്നിവ യഥാക്രമം 4-ഉം 5-ഉം സ്ഥാനത്തെത്തിയപ്പോൾ ഹൈദരാബാദ് 6-ാം സ്ഥാനത്തുണ്ട്. ബംഗളൂരുവാണ് 7-ാമതുള്ളത്. അഹമ്മദാബാദ്, മുംബൈ നഗരങ്ങൾ 8-ഉം 9-ഉം സ്ഥാനക്കാരായി എത്തിയപ്പോൾ കോഴിക്കോടാണ് 10-ാം സ്ഥാനത്ത്. ആദ്യ 10-ൽ കേരളത്തിൽ നിന്ന് ഇടം പിടിച്ച ഏക നഗരമാണ് കോഴിക്കോട്. നൂറ്റാണ്ടുകളുടെ വ്യാപാര ബന്ധത്തിൻ്റെയും അധിനിവേശങ്ങളുടെയും സ്വാതന്ത്ര്യ പോരാട്ടത്തിൻ്റെയും നീണ്ട ചരിത്രം പറയാനുണ്ട് കോഴിക്കോടിന്. കേരളത്തിലെ 3-ാമത്തെ വലിയ നഗരവും പഴയ മലബാർ ജില്ലയുടെ തലസ്ഥാനവുമായിരുന്ന കോഴിക്കോട് മധ്യകാലഘട്ടങ്ങളിൽ സുഗന്ധദ്രവ്യങ്ങളുടെ നഗരം എന്ന പേരിലും അറിയപ്പെട്ടവയാണ്. പ്രധാന കച്ചവട കേന്ദ്രവും തുറമുഖ നഗരവുമായ ഇവിടുത്തെ മുഖ്യ ഭരണാധികാരിയായിരുന്നു സാമൂതിരി. അറബ് വംശജനായ ഇബ്നു ബത്തൂത്തയും ചൈനീസ് സഞ്ചാരികളും സാമൂതിരിയെക്കുറിച്ച് തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാസ്കോഡഗാമ എത്തുന്നതിന് മുൻപ് തന്നെ അറബികളും തുർക്കികളും ഈജിപ്തുകാരും ചൈനക്കാരും അടങ്ങുന്ന വിദേശികൾ ഇവിടെ വന്ന് വ്യാപാരം നടത്തിപ്പോയവരാണ്. മൂർ എന്ന പേരുകൂടി അറിയപ്പെട്ട അറബികളും ചൈനക്കാരും നഗരത്തിന്റെ വ്യാപാര തന്ത്രങ്ങളെ നിയന്ത്രിച്ചിരുന്നു. എന്നാൽ ഇവയെല്ലാം ചരിത്രരേഖകളിൽ മാത്രം കാണാവുന്ന ചില ഏടുകളാണ്. മേൽപ്പറഞ്ഞ ചരിത്രങ്ങളെ സ്ഥിരീകരിക്കാവുന്ന ശേഷിപ്പുകൾ കണ്ടെടുക്കുക പ്രയാസകരമായ കാര്യവുമാണ്. കോഴിക്കോട് ഇന്നുള്ള പട്ടുതെരുവ്, മിഷ്കാൽ പള്ളി തുടങ്ങിയ ചില പിൽക്കാല ചരിത്ര സ്മാരകങ്ങൾ മാത്രമാണ് ഇന്ന് അവശേഷിക്കുന്നത്. കോഴിക്കോടിനെ സത്യത്തിന്റെ നഗരമാക്കിയതിൽ സാമൂതിരിക്ക് തന്നെയാണ് ഏറിയ പങ്കും. അതിനു പിന്നിലും ഒരു കഥയുണ്ട്. മസ്കറ്റിൽ നിന്ന് കച്ചവടാവശ്യാർത്ഥം കേരളത്തിലെത്തിയവർ ഇവിടെ അന്നുണ്ടായിരുന്ന എല്ലാ നാട്ടുരാജാക്കന്മാർക്കും ഓരോ അച്ചാർ ഭരണി വീതം നൽകി. സത്യത്തിൽ സ്വർണ്ണഭരണികളായിരുന്നു അവ. എല്ലാ രാജാക്കന്മാരും ഇത് തുറന്നു നോക്കിയെങ്കിലും അച്ചാർ ഭരണി എന്ന തരത്തിൽ മിണ്ടാതിരുന്നു. പക്ഷേ സാമൂതിരി തൻ്റെ അനുയായികളെ വിട്ട് മസ്കറ്റിലെ കച്ചവട സംഘത്തെ വിളിച്ചു വരുത്തി ഭരണി തിരിച്ചു കൊടുത്തു. എന്നിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്: നിങ്ങൾ എനിക്ക് അച്ചാർ ഭരണി തന്നു എന്ന് പറഞ്ഞത് സ്വർണം നിറച്ച ഭരണിയാണ്. ഇത് നിങ്ങൾ തന്നെ തിരിച്ചെടുക്കണം. ഈ അച്ചാർ ഭരണിയുടെ കഥ അറബ് ലോകത്ത് പ്രചരിക്കുകയായിരുന്നു. അങ്ങനെ അറബികൾ വഴി സാമൂതിരിക്ക് വിശ്വസ്ത ഭരണാധികാരിയുടെ പരിവേഷവും കോഴിക്കോടിന് സത്യത്തിന്റെ നഗരമെന്ന വിശേഷണവും കൈവന്നു. അറബികൾ സാമൂതിരിയുടെ നാടിനെ അൽ ബലദുൽ അമീൻ എന്ന് വിശേഷിപ്പിച്ചു. എന്നാൽ പാഠപുസ്തകങ്ങളിലെ പുരാവൃത്തങ്ങൾക്കിപ്പുറം സാമൂതിരിമാരുടെ ചരിത്രശേഷിപ്പുകളും അധികം കാണാനില്ല എന്നുള്ളതാണ് ഇന്ന് യാഥാർത്ഥ്യം. 14-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ചൈനീസ് സഞ്ചാരികൾ കോഴിക്കോട്ടെത്തിയത്. കോഴിക്കോടും ചൈനയും തമ്മിലുള്ള വ്യാപാര ബന്ധം പേരുകേട്ടതായിരുന്നു. പന്തലായനി, കൊല്ലത്ത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ചൈനക്കാരെത്തിയതും ചീനവലയും ചീനച്ചട്ടിയും ചീനപ്പള്ളിയും എല്ലാം കോഴിക്കോട് എത്തിയതിൻ്റെ തെളിവുകൾ ചരിത്രരേഖകളിൽ കാണാവുന്നതാണ്. എന്നാൽ ചൈനക്കാർ കോഴിക്കോട് എത്തിയതിൻ്റെ കൂടുതൽ തെളിവുകൾ ഇന്ന് ലഭ്യമല്ല. വ്യാപാര സാമ്രാജ്യം കെട്ടിപ്പടുത്തപ്പോൾ ഇവിടെ ഒരു കോട്ട പണിതതായി പല സഞ്ചാരികളും തങ്ങളുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ വ്യാപാര സമൂഹത്തിന് ഒരു നാട്ടുതലവനുണ്ടായിരുന്നതായും കാണുന്നുണ്ട്. ചൈനക്കാർ താമസിച്ച് പട്ടുതെരുവിലാണെന്നും പറയുന്നുണ്ട്. പക്ഷേ ചൈനീസ് കോട്ട എവിടെയാണെന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്ന കാര്യമാണ്.